ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിനായി 1.5 കിലോ കഴുകി വൃത്തിയാക്കിയ ചിക്കനകത്തോട്ട് 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടീസ്പൂൺ സോൾട്ട് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ അരമണിക്കൂർ വെക്കാം. ഇനി നമുക്ക് 2 സവാള കട്ട് ചെയ്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കാം. അതോടൊപ്പം തന്നെ 12 അല്ലി വെളുത്തുള്ളി, ഒരു 1.5 ഇഞ്ച് നീളമുള്ള ഇഞ്ചി, പിന്നെ ഒരു 8-9 പച്ചമുളക് എല്ലാം കൂടെ നമുക്ക് നന്നായി അങ്ങ് ക്രഷ് ചെയ്തെടുക്കാം. ഇത് ബിരിയാണിയുടെ ഗ്രേവിക്ക് വേണ്ടിയാണ്. ഇനി നമുക്ക് 2 സവാള നന്നായി അങ്ങ് നെയ്ക്കകത്ത് ഫ്രൈ ചെയ്യാം. അതിനുവേണ്ടി 3 ടേബിൾ സ്പൂൺ നെയ്ക്കകത്തോട്ട് 2 സവാള ഇട്ട് നന്നായി ഫ്രൈ ചെയ്യാം. പിന്നെ കുറച്ച് കാഷ്യൂവും കിസ്മിസും ഇട്ട് നമുക്ക് നന്നായി അങ്ങ് മൂപ്പിച്ചെടുക്കാം. ഇനി ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി നേരത്തെ സവാള ഫ്രൈ ചെയ്ത് എണ്ണയ്ക്കകത്ത് തന്നെ നമുക്ക് ഒരു 3 ഏലക്ക, 4 ഗ്രാമ്പൂ, പിന്നെ കുറച്ച് ചെറിയ പട്ട, ഒരു ബേ ലീഫ്, പിന്നെ ഒരു ജാതിപത്രി, ഒരു തക്കോലം എന്നിവ നന്നായിട്ട് നമുക്ക് മൂപ്പിക്കാം. ഇതിനകത്തോട്ട് നമുക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പച്ചമുളക് ചേർക്കാം. സ്പൈസസ് നന്നായി പൊട്ടി വരുമ്പോൾ 3 സവാളയും 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി വഴറ്റാം. സവാള നന്നായി വഴഞ്ഞു കഴിയുമ്പോൾ 2.5 തക്കാളി കൂടെ ചേർത്ത് നമുക്ക് ഒന്നും കൂടി അങ്ങ് നന്നായി അങ്ങ് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1 ടീസ്പൂൺ പെപ്പർ, 1.5 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി നമുക്കത് മിക്സ് ചെയ്യാം. പൊടികളെല്ലാം മൂത്ത് കഴിയുമ്പോഴത്തേക്കും ചിക്കൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ യോഗട്ട് ചേർത്ത് ഇളക്കാം. ഇതിലേക്ക് 3/4 ഗ്ലാസ് വെള്ളം, പിന്നെ ഒരു 1.5 ടീസ്പൂൺ സോൾട്ട്, പിന്നെ ഇച്ചിരി ഫ്രൈഡ് ഓനിയൻ ചേർത്ത് വേവാനായി അടച്ചു വെക്കാം. ഇനി റൈസ് ഉണ്ടാക്കാൻ ഞാൻ 3 കപ്പ് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അതൊരു 15 മിനിറ്റ് വെള്ളത്തിൽ നന്നായി കുതിർത്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. 1 കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ഞാനിപ്പോൾ 4.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ തിളയ്ക്കാൻ വെച്ചേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യണം. ഒരു 3 ഗ്രാമ്പൂ, 2 ഏലക്ക, ഒരു ബേ ലീഫ്, പിന്നെ ജാതിപത്രി, തക്കോല ആഡ് ചെയ്യണം. ഇനി നേരത്തെ ക്രഷ് ചെയ്ത് ജിഞ്ചർ ഗാർലിക് പച്ചമുളകിന് ഒരു ഇച്ചിരി ആഡ് ചെയ്യണം. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1.5 ടേബിൾ സ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് എന്നിവ ചേർത്ത് നന്നായി വെള്ളം തിളയ്ക്കുന്നവർ അടച്ചു. വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് റൈസ് ആഡ് ചെയ്യണം. റൈസിന് ഒരു 95% വേവായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ദം ചെയ്യാൻ തുടങ്ങാൻ. ഇനി കുറച്ച് ലെയറുകളായി ആദ്യം ചോറ്, അതിൻ്റെ മുകളിൽ ഫ്രൈഡ് ഓനിയൻ, കിസ്മിസ്, കാഷ്യൂനട്ട് എന്നിവ ചേർത്ത് നമുക്ക് ഓരോ ലെയറായി ബിൽഡ് ചെയ്യാം. ഏറ്റവും മുകളിലെ ലെയറിൽ നന്നായി ഫ്രൈഡ് ഓനിയനും കാഷ്യൂനട്ട്, കിസ്മിസ്, പിന്നെ നെയ്യ് ഇതെല്ലാം കൂടി ചേർത്ത് ഒരു ഫോയിൽ പേപ്പർ യൂസ് ചെയ്ത് നമുക്ക് നന്നായി കവർ ചെയ്ത് വെക്കാം. 10 മിനിറ്റ്സ് സ്ലോ ഫ്ലെയിമിലും പിന്നെ ഒരു 30 മിനിറ്റ്സ് ഫ്ലെയിം ഓഫ് ചെയ്തും നമുക്ക് വെക്കാം. 30 മിനിറ്റ്സ് കഴിഞ്ഞ് നല്ല ചൂടോടെ നമുക്ക് ബിരിയാണി കഴിക്കാം.